ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ വന്നിരിക്കുന്നത് വ്യത്യസ്തമായൊരു നൈസ് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിന് ഞാനിത് ഈ ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. ശേഷം വെള്ളം തിളയ്ക്കാനായി വെക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. തിളച്ച ശേഷം ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ വെള്ളം അളന്നെടുത്തത് ആ ഗ്ലാസ് തന്നെ നമ്മൾ പൊടിയും എത്രയാണോ വെള്ളം എടുത്തത് അത്ര തന്നെ പൊടിയും എടുക്കുക. എന്നിട്ട് നന്നായി ജോയിൻ ചെയ്യുക. മിക്സാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റി ചൂടാറാനായിട്ട് വെക്കുക. നിങ്ങളിത് ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചൂട് തണിഞ്ഞ ശേഷം നല്ലോണം തണയാൻ നിൽക്കരുത്. ഒരു ഇളം ചൂടിൽ എന്ത് ചെയ്യുക, കൈ നനച്ച് നമ്മൾ എന്ത് ചെയ്യുക, പൊടി നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചതാ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി നന്നായി കുഴച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പത്തിരിക്ക് നല്ലൊരു സോഫ്റ്റും നല്ലൊരു തിക്നെസ്സും കിട്ടും. ഏകദേശം പൊടി ഇവിടെ റെഡി ആയി വന്നിരിക്കുന്നത് സെറ്റ് ആക്കുന്നത് നമ്മൾ എന്ത് ചെയ്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കുക. നിങ്ങൾക്ക് വലിയ പത്തിരിയാണ് ചുടുന്നതെങ്കിൽ വലിയ ബോൾസ് ആക്കുക. ഞാൻ ചെറിയ പത്തിരിയാണ് ചുടുന്നത്, അതുകൊണ്ട് ഞാൻ ചെറിയ ബോൾസ് ആക്കിക്കുന്നുണ്ട്. ഞാനത് പ്രസ്സിൽ വെച്ച് നന്നായി പരത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരത്താം. പത്തിരിയിൽ സാധാ ചപ്പാത്തി പരത്തുന്ന മാതിരിയും പരത്താം. ഞാനിങ്ങനെ പൊടി ഇടാണ്ടാണ് പരത്തൽ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, പാത്രത്തിലൊന്നും പൊടി വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ. ശേഷം ഞാൻ എന്ത് ചെയ്ത് ആ പാന് നന്നായി ചൂടായിട്ട് അതിലേക്ക് ഇട്ടിരിക്കുന്നുണ്ട്. ഇട്ടേം പാട് എന്ത് ചെയ്യുക, നമ്മളൊന്ന് മറിച്ചിടുക. പിന്നെ ഒന്ന് ചൂടായതിൻ്റെ ശേഷം വീണ്ടും തിരിച്ചിടുക. ഇങ്ങനെ ചെയ്താൽ പത്തിരി നന്നായി പൊള്ളി വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും പത്തിരിക്ക്. അതുപോലെ ബാക്കിയുള്ള പത്തിരി ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ.